സംഭവം കടലോരത്ത് നിന്നിപ്പോൾ ഒരു കിടിലൻ കാഴ്ചയാണ് കേട്ടോ. പിടിക്കാൻ പോണ വള്ളത്തിൻ്റെ മുകളിൽ പൊക്കി മാറ്റുന്ന ടൈപ്പ് അടിപൊളി കൂര ഇരിക്കുന്നുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത്. അതിന് ഹൈലൈറ്റ് അടയ്ക്കാമരമാണ് ഇതിനകത്ത് കൂരയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ടാർപ്പ. പണ്ട് കാലത്ത് ഇതിൽ ഓലയായിരുന്നു മേഞ്ഞുകൊണ്ടിരുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തുകൊണ്ട് വെയിറ്റ് കുറഞ്ഞു. അതുകൊണ്ട് കാലത്തെ വലയ്ക്ക് പോകാനായിട്ട് കടലിലോട്ട് വരുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് പൊക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് അടിപൊളി ഒരു ആശയമാണ്. പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഇരുമ്പ് ബോട്ടുകളായി. ഇരുമ്പ് വെച്ച് പണിഞ്ഞാൽ വെയിറ്റും കൂടും, തുരുമ്പ് കൊടുക്കും പെട്ടെന്ന്. അതുകൊണ്ട് ഈ ഒരു സമ്പ്രദായം അടിപൊളി ആശയം തന്നെയാണ്. വള്ളം മൊത്തത്തിൽ കെട്ടി മൂടി വരിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള വള്ളം പരവൂർ 2 സ്ഥലത്തേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പഴയതും പുതിയതും കെട്ടാനുള്ളതും എല്ലാം ഈ ഒരു സ്പോട്ടിൽ റോഡിൻ്റെ മുകളിലോട്ടിരിക്കുന്നുണ്ട്. അവിടെ കണ്ട നമ്മളെ തീരദേശ കൈവേര കല്ലിട്ടിരിക്കുന്നത്, അതിൻ്റെ ആ ഭാഗത്തൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് വള്ളങ്ങൾ കെട്ടാനായിട്ടുള്ളത്. ഈ കാണുന്ന വള്ളം ഫുള്ളും അങ്ങ് നശിച്ചു പോയി കേട്ടോ. നല്ലതുപോലെ നശിച്ച് കിടക്കുന്നു. അതിനകത്ത് വേസ്റ്റൊക്കെ വാരി ഇട്ടിരിക്കും. മൊത്തം വേസ്റ്റാണ് ഫുള്ള് കിടക്കുന്നത്. ചെറിയൊരു കാടുമുണ്ട്. ഈ വഴിയൊക്കെ വരുമ്പോൾ നോക്കിയൊക്കെ വരണം. എന്തെങ്കിലും ഇഴ ജന്തുക്കളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ദാണ്ടെ കയറ്റി വെച്ചിരിക്കുന്ന വള്ളം കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ പണിത്തരം ഇരിക്കുന്നത്. ഒരു സൈസ് കുടുവൻ ടൈപ്പാണ് ഈ വള്ളം കേട്ടോ. നല്ല കുടുവൻ പോലെയാണ്. ഇതിന് ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലാണെന്ന് തോന്നുന്നു കേട്ടോ ഫുള്ള്. പിന്നെ ഇതിൽ കെട്ടുന്നത് റോപ്പാണ്. റോപ്പും പിന്നെ ഹോളടയ്ക്കാനായിട്ട് നമ്മൾ ഈ തൊണ്ട് ഇടിച്ചിട്ട് അതിൻ്റെ ചകിരിയാണ് ഈ ഹോളുകളിലെല്ലാം കൂടുതലായിട്ട് അവർ വെച്ച് അടയ്ക്കുന്നത്. പിന്നെ ഈ കെട്ടിൻ്റെ സൈഡിൽ വരുന്നത് കയർ പിരിച്ച് വെച്ചിട്ട് അതിൽ ചകിരിയും കൂടെ വെച്ചാണ് ഈ വള്ളത്തിൻ്റെ ജോയിൻ്റ് ഭാഗങ്ങളെല്ലാം കെട്ടി വൃത്തിയാക്കി എടുക്കുന്നത് ഈ വള്ളത്തിൻ്റെ പണി.